കുഞ്ഞിച്ചോമീനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ എപ്പിസോഡ് 10 ആണ്. പിന്നെ ഈ എപ്പിസോഡിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. നോർമലി നമ്മൾ 2 ചാപ്റ്റേഴ്സാണ് ഒരു വീഡിയോയിൽ ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഞാൻ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കാര്യം കഴിഞ്ഞ വീഡിയോയുടെ അകത്ത് ഞാൻ പറഞ്ഞ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തു. എന്തായാലും ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുവാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പും വരുത്തണം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് അവൾ പറയുന്നുണ്ട്, അത് നമ്മുടെ യങ് മൊണാർച്ചാണല്ലേ. ഇത് കേൾക്കുന്ന സുഹ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, അവളിപ്പോൾ എന്നെ യങ് മൊണാർച്ച് എന്നല്ല വിളിച്ചത്. താങ്കൾ ശരിക്കും മരപ്പോയി, എനിക്ക് ഒറ്റ നോട്ടത്തിൽ താങ്കളെ മനസ്സിലാകുന്നു പോലുമില്ല. പക്ഷേ എങ്കിലൊന്നും പറഞ്ഞുണ്ട് അവളവിടെ ബോധം കെട്ടി വീഴുവാണ്. സുഹ ചോദിക്കുന്നുണ്ട്, ബെറു അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അവൾ ഫുള്ളി എക്സോസ്റ്റായി, അത് മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും റെഡി ആയിക്കോളും. ഈ സമയത്ത് സുഹ ബാക്കിയുള്ളവരെല്ലാവരും ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ബെറുവാട്ടെ അവർ ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സുഹോയി വളരെയധികം ഹാപ്പിയായി. കാര്യം അവന് 7 പേരും രക്ഷിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ റിവാർഡ്സ് അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. റിവാർഡ്സ് എന്ന് പറയുന്നത് 2 എണ്ണമായിരുന്നു. ഒന്ന് എബിലിറ്റി പോയിൻറ്റ്സും പിന്നെ ഒന്ന് 700 ഗോൾഡും ആയിരുന്നു. ഗോൾഡോ ഇത് ആദ്യമായിട്ടാണല്ലോ എനിക്ക് കിട്ടുന്നത്. എന്നിട്ട് അവൻ്റെ സ്റ്റാറ്റസ് വീണ്ടും തുറക്കാൻ നേരത്ത് അതിൻ്റെ അത് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്നായിട്ട് ഈ ഗോൾഡ് കൊടുത്ത് അവന് പല സാധനങ്ങളും മേടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പെട്ടെന്ന് സുഹുവിനെ മനസ്സിലാക്കി ഒരു പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്കാണ് വരുന്നത്. അതായത് പണ്ട് അവൻ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവൻ പൈസ കിട്ടും. അങ്ങനെ കൂട്ടിയാണ് അവൻ ഓരോന്നും മേടിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റം എൻ്റെ അച്ഛൻ തന്നെ തന്നല്ലേ, അതുകൊണ്ട് താങ്ക്സ് ഡാഡ് ഫോർ ദി പോക്കറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ അന്ന് ഒരു സാധനം മേടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ലോ ഗ്രേഡ് ഹീലിംഗ് പോർഷൻ ആയിരുന്നു. പക്ഷേ ഈ സാധനത്തിന് ബാക്കിയുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവന് ഡൗട്ടുണ്ട്, അല്ല ഇത് ഇവളുടെ മേത്ത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ ബോഡി ഹീൽ ആകാൻ തുടങ്ങി. സുഹയ്ക്ക് മനസ്സിലായി അത് അവളുടെ മേത്ത് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ബെറുവായിട്ട് സുഹനെ വഴക്കം പറയുന്നുണ്ട്, ഈ ഡീമിൻ്റെ മേത്ത് എന്തിനാണ് ഈ 700 ഗോൾഡ് ഇവരുടെ യൂസ് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബ്രോക്കി നമുക്കിനി എന്തായാലും ഷാഡോ ഡഞ്ചിലേക്ക് പോക്കാം, നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ? നീ ഞങ്ങൾ കിടക്കുന്ന ആ ഡീമൺസിൻ്റെ കോപ്സ് ഒക്കെ എടുത്തോളൂ, നമുക്ക് എന്തായാലും അതും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ആ കോപ്സും ബ്രോക്കിയും ഗ്രേയും ഇസയിലും കൂടെ ആ ഒരു ഡഞ്ചൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്തായിട്ട് സുഹ അവിടെ ഉണ്ടായിരുന്നിട്ട് സ്റ്റോർ എടുത്ത് പിടിക്കുന്നുണ്ട്. വേറെ ചോദിക്കുന്നുണ്ട്, താങ്കൾ പോകുന്നില്ലേ? ഇല്ലടാ, അതിനു മുമ്പ് എനിക്ക് ഒരു പണിയും കൂടെ തീർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മിസ്റ്റു എൻ്റെ ഫ്രണ്ടിൽ പോയി സുഹ നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ വളരെയധികം വേദനയിലാണെന്ന്, എനിക്ക് ഇതിൽ മറ്റൊരു വഴി കാണാത്തതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് സുഹോ തൻ്റെ ഏറ്റവും പുതിയ സ്റ്റോം സ്ലാഷ് യൂസ് ചെയ്ത് അവരെ എല്ലാവരും കൊല്ലുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു ഹണ്ടറിനെയാണ്. അതായത് ഈ ഒരു ഗേറ്റിന് പുറത്ത് ഒരു ഹണ്ടർ വന്നിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, സാർ അകത്ത് നിന്നിട്ടേ കോപ്സൊക്കെ പ്രകാരം നമുക്ക് ഇതിൻ്റെ 2 കാര്യം മനസ്സിലായി. ഒന്ന്, ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് മോൺസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്, ലിസാർഡും മിസ്റ്റ് ബോണും. പിന്നെ ഇതൊരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ കൂടിയാണ്. എന്നാൽ അതിലുപരി ആ മരിച്ചു കിടക്കുന്ന ഹണ്ടേഴ്സിൻ്റെ മേത്തുള്ള ഈ വൂൺസൊക്കെ നോക്കിയിട്ട് അവരാരും ഈ ഒരു മോൺസ്റ്റേഴ്സ് കൊന്നായിട്ട് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇതിൻ്റെ താഴത്ത് നമ്മളൊരു റൂമും കണ്ടുപിടിച്ചു. ആ റൂമിൻ്റെ അകത്ത് കുറേ സോട്ട് മാർക്കും ഉണ്ടായിരുന്നു. സോ ഈ ഹണ്ടേഴ്സിനെ കൊന്നത് ഇവിടെയുള്ള മോൺസ്റ്റേഴ്സ് അല്ല, നീയല്ലേ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തത്. നിൻ്റെ കൂടെ വേറൊരുത്തരും കൊണ്ടായിരുന്നല്ലോ, എന്തോ സംഗ്സുഹോ അങ്ങനെ എന്തോ കളക്ടറിൻ്റെ ടീമിലുള്ള അവനെന്തേ? അതെൻ്റെ ജൂനിയറാണ്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു. അതല്ലേ ചോദിച്ചത് അവനെവിടെയെന്ന്. അത് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടെയാണ് പുറത്തേക്ക് വന്നത്. ഞാൻ ഹണ്ടർ അസോസിയേഷനിലേക്ക് വന്നപ്പോൾ അവൻ മറ്റേതെങ്കിലും സേഫുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കണം. എന്തായാലും കൊള്ളാം, നിങ്ങളെന്തായാലും ചെയ്ത പരിപാടി നല്ലതായിരുന്നു, വന്ന് അറിയിച്ചു തന്നെയാണ് ഏറ്റവും നല്ല ഉചിതമായ പരിപാടി. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു പോകുവാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടില്ലേ, അവരെ രക്ഷിച്ചത് ഉറപ്പായിട്ട് സുഹയായിരിക്കും. പക്ഷേ സുഹയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ അവനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ എന്തെങ്കിലും അപകടമാകുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹ എന്നോട് വന്ന് കാര്യങ്ങൾ പറയുന്നവരെ ഞാൻ എന്തായാലും ഇതൊരു സീക്രട്ടായിട്ട് വെക്കാൻ തീരുമാനിച്ചു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാഡോ ഡഞ്ചനാണ്. ഇസൽ പറയുന്നുണ്ട്, സോ ഇതൊക്കെയാണല്ലോ അവിടെ സംഭവിച്ചത്. അതെ, സംഭവമായിരുന്നില്ല, വെറും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇസലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നിന്റെ പേര് ഇസൽ എന്നല്ലേ പറഞ്ഞിരുന്നത്, പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പിന്നല്ലാതെ നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ട്യൂട്ടോറിയൽ ഓർമ്മയില്ലേ, താങ്കൾ അന്ന് തന്നെ വന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ മറന്നുപോയോ? അയ്യോ സത്യം പറഞ്ഞാൽ മെമ്മറീസൊക്കെ കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആലോചിക്കാൻ തുടങ്ങും. പെട്ടെന്നാണ് അവന് കിട്ടിയത്. അവൻ പറയുന്നുണ്ട്, നീ ആ മറ്റേ ഡീമനല്ലേ എന്നെ കണ്ടപ്പോൾ തന്നെ സറണ്ടർ ആയത്? എൻ്റെ പൊന്നു വെള്ളേ, നീ അവനെ ടെസ്റ്റ് ചെയ്യാനായിരുന്നു, ആ സമയത്ത് തന്നെ നീ ആയെന്നോ? അല്ല പറഞ്ഞില്ല, നീ എങ്ങനെയാണ് ഇത്രയും വീക്കായത്? ഡീമറലത്തിന് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ്. സത്യം പറഞ്ഞാൽ യങ് മൊണാർച്ച് ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിനോട് കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. യങ് മൊണാർച്ച് സംഭവം വേറൊന്നുമില്ല, താങ്കളുടെ അച്ഛൻ ഞങ്ങളെ രക്ഷിച്ചതിന് ശേഷം, അതായത് ബാക്കിയുള്ള ഡീമൻസിനൊക്കെ കൊന്നതിന് ശേഷം ഞങ്ങളായിരുന്നു അവിടുത്തെ ഏറ്റവും ടോപ്പ്. അത് മാത്രമല്ല ഷാഡോ മൊണാർക്കാണ് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നതും ഞങ്ങളെ കാവലായിട്ട് നിന്നത്. പക്ഷേ കുറച്ച് സമയത്തേക്ക് ഷാഡോ മൊണാർക്ക് ഡീമൻ റെലത്തിലേക്ക് വന്നതുപോലുമില്ല. ഈ ടൈമിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് അവിടുത്തെ പീസ്ഫുൾ ലൈഫ് ചെറുതായിട്ട് ഒന്ന് തെറ്റാന്നൊക്കെ തുടങ്ങി. ആ സമയത്ത് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല
ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർ ഡസ്റ്റ് ഡീമൻസ് പറയുന്നത് കേട്ടിരുന്നു. സംഭവം വേറൊന്നുമില്ല, ഈ ഒരു സ്റ്റാർ ഡസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ റാങ്കിങ് ഡീമൻസിനൊന്നും വലിയ പ്രത്യേകത ഇല്ലെങ്കിലും ലോവർ റാങ്കിങ് ഡീമൻസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ സ്ട്രെങ്ത് കിട്ടും, പിന്നെ അവർ പവർഫുള്ളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിയാൻ തുടങ്ങി. അവരൊരു റെബലിയൻ സ്റ്റാർട്ട് ചെയ്തു. ഷാഡോ മോണാർക്ക് വരാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ അവിടെ ഒരു വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായി. ആ ഒരു യുദ്ധം കാരണം ഡീമൻ കാസിലും എല്ലാം നശിച്ചു. ഷാഡോ മോണാർക്ക് ഇൻട്രസ്റ്റ് ചെയ്ത എല്ലാം ഞങ്ങളുടെ കൈവിട്ടു പോയി. ഈവൻ ഞാൻ ഇത്രയും വീക്കായി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചു. ഞാനിന്നിവിടെ ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ ഒരു പ്യുവർ ബ്ലഡ് ഡീമൻ നോബിൾസ് ഇവിടെ ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവരാണ്. അവരവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ ഞാനും മരിച്ചെന്ന് അതുറപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാമല്ല. ഞാൻ വളരെയധികം പത്തറ്റിക്കാണ്. എല്ലാവരും മരിച്ചു, ഞാൻ മാത്രമാണ് സർവൈവ് ചെയ്തത്. എങ്ങനെ എനിക്ക് ഷാഡോ മോണാർക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയാമില്ല. പക്ഷേ എങ്കിലും ഇതാണ് അവിടെ സംഭവിച്ചത്. കുഴപ്പമൊന്നുമില്ല, നീ നന്നായിട്ട് എന്നെ ഫൈറ്റ് ചെയ്തു. എൻ്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ പറയുമെന്ന് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛൻ വളരെയധികം സന്തോഷമായിരിക്കും. കാര്യം നീ അവസാന നിമിഷം വരെ എൻ്റെ അച്ഛന് വേണ്ടി ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് ഇനി ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യും. നിൻ്റെ വീടും നിൻ്റെ കുടുംബവും നിൻ്റെ പേരും എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട്. ഇത് കേൾക്കാനകത്ത് അവൾക്ക് നമ്മുടെ ജിനുവിനാണ് ഓർമ്മ വരുന്നത്. അവൾ പതുക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, യങ് മൊണാർച്ച്, എൻ്റെ പേര് ലാഡറിൽ നിന്നാണ് കേട്ടോ, എന്നെ വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെയാണ്. ഈ സമയത്ത് സുഹ ശരിക്കും ഞെട്ടി. കാര്യം വരുന്നില്ല, ഇതിൽ നിന്ന് പറയുന്നത് അവസാനത്തെ, അതായത് ഒരു പ്യുവർ ബ്ലഡ് നോബിൾസ് ആണ്. അത് മാത്രമല്ല ഒരു മൊണാർക്കിൻ്റെ ഡിസെൻഡൻറ്റ് കൂടിയാണ്. അങ്ങനെ അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ ഫ്രണ്ടിലും ഇതേപോലത്തെ സ്റ്റാറ്റസ് വിൻഡോ ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ സുഹ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഗ്രേക്ക് നേരത്തെ എന്നോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഈ സ്റ്റാറ്റസ് വിൻഡോ കാണാൻ പറ്റുന്നതിനെ പറ്റിയൊന്നും അറിയാൻ മേലായിരുന്നു. അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട്, യങ് മൊണാർച്ച്, അതെ, ഇസൽ എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലെയിംസിൻ്റെ ഡിസെൻഡൻ്റാണ്. ഇതൊക്കെ കാലത്ത് അവൾ ഞെട്ടിപ്പോവും. കാര്യം അവളും ഇത് ആദ്യമായിട്ടാണ് അറിയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയി നിൽക്കുവാണ്. അവൻ സുഹ പറയുന്നുണ്ട്, ഇസൽ, നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരി തൻ്റെ പവേഴ്സൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സുഹയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇതാണല്ലേ സ്കിൽ ബോണ്ടെന്ന് പറയാൻ നേരത്തെ തന്നെ അവൾ ബോധം കെട്ട് വീണ്ടും താഴത്തേക്ക് വീഴുവാണ്. അവൾ പറയുന്നുണ്ട്, യങ് മൊണാർച്ച്, എന്നോട് ക്ഷമിക്കും, എനിക്ക് ഇതിൽക്കുള്ള നേരെ നിൽക്കാനുള്ള ആവുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് സുഹം പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഒറ്റ കൺസ്യൂമിൽ തന്നെ ഇത്രയധികം പവർ അവളുടെ പേരിൽ നിന്ന് വരുന്നുണ്ട്. അതിനർത്ഥം ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുഹ ഒന്നും നോക്കാതെ ഒരു കീട്ടിലെല്ലാം പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും അവൻ ഞെട്ടിപ്പോയി. കാര്യം പറ്റുന്നില്ല, ആ പഞ്ചിന് പ്രത്യേകിച്ച് ഒട്ടും പവറിലായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇത് ഗ്രേഡ് ബോയിൻ സ്കില്ലിനെക്കാട്ടും എത്രയോ വീക്കാണ്. ഈവൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതിലും കൂടുതൽ ഡാമേജ് കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് കാണാറുണ്ട് നമ്മുടെ ഗ്രേ ഇസിലിനെ കളിയാക്കുന്നുമുണ്ട്. റീസൺ വളരെ സിമ്പിളായിരുന്നു. അതായത് അവരുടെ ഒരു ബോണ്ടുണ്ട്, സ്കിൽ ബോണ്ട്. അതിൻ്റെ പേര് ഡീമൻ ബ്ലാസ്റ്റ് എന്നായിരുന്നു. അതിൻ്റെ ചാർജ് ബോണ്ടാണ് 0 കിടന്നത്. അത് വർദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു പവർ കറക്റ്റായിട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട്, യങ് മൊണാർച്ച്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആൾക്കെന്ന ഡീമൻ്റെ ബോഡിയൊക്കെ ഞാൻ കഴിച്ചോട്ടെ. അത് വേണ്ട, കാര്യം കുറച്ച് കഴിയാൻ നേരത്ത് എനിക്ക് എന്തായാലും ഷാഡോ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യേണ്ടതാണ്. അല്ല, താങ്കൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കില്ലേ? എങ്കിൽ ഒന്നിപ്പോൾ യൂസ് ചെയ്ത് നോക്കാമായിരുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരനോട് പോയി എറേസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നടക്കത്തില്ലായിരുന്നു. കാര്യം മറ്റൊന്നുമില്ല, അവരുടെ മാന കറപ്റ്റഡ് ആയിരുന്നു. സുഹ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ബെറു പറയുന്നുണ്ട്, താങ്കൾ ഡിസപ്പോയിൻ്റ് ആകുന്നു വേണ്ട. കാര്യം ഈവൻ ഷാഡോ മൊണാർക്കിനെ ഒരു മാന കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ, അതായത് ഒരു ഡീമൻ്റെ ഷാഡോ സമൺ ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം അത്രത്തോളം പ്രശ്നമാണ് ഈ മാന കറപ്ഷൻ. ഈ സമയത്ത് സുഹോ ഒരു ചെറിയൊരു ഹീലിംഗ് പോർഷനായിട്ട് ഇസലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൾക്കത് കൊടുക്കുന്നുണ്ട്. അവളവിടെ പറയുന്നുണ്ട്, താങ്ക്സ്, പക്ഷേ ഞാൻ ശരിക്കും താങ്കൾക്ക് ഒരു ഇൻകൺവീനിയൻസ് ആണല്ലേ. നീ അങ്ങനെയൊന്നും പറയുന്നും വേണ്ട. അല്ല, പറഞ്ഞതുപോലെ നിനക്കിനി പോകാൻ മറ്റു സ്ഥലമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഷാഡോ ഡേജിൻ്റെ ഈ ഒരു പോർഷൻ നീ തന്നെ എടുത്തോ. അങ്ങനെ ഷാഡോ ഡേജിൻ്റെ ആ ഒരു പോർഷൻ അവൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ ടീമേറ്റാണ്, സോ നിന്നെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. ഈ സമയത്താണ് ബിറു അവരെ വിളിക്കുന്നത്. ബിറു ആ ഒരു ഡീമിൻ്റെ കോപ്സൊക്കെ കഴിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, യങ് മൊണാർച്ച്, എനിക്ക് ഇറ്റാറംസിൻ്റെ അപ്പോസൽസിനെ പറ്റി ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടെ ബിറുവിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. ബിറു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇതാ മെമ്മറീസ് നിന്ന് കിട്ടിയാണ്. പക്ഷേ അതിന് മുമ്പ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 കാര്യം എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർ ഡസ്റ്റിനെ പറ്റിയാണ്. സ്റ്റാർ ഡസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി എർത്തിൽ നടന്നിട്ടുണ്ട്. രണ്ടാമത്തത് മിസ്റ്റ് ബോണെ പറ്റിയാണ്. മിസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഔട്ടർ സ്പേസിലെ മോൺസ്റ്റേഴ്സ് ആണ്. ഇത് കേൾക്കാൻ നേരത്ത് സൂഹയും അതേവരെ ഈ സെല്ലിൽ ഞെട്ടുന്നുണ്ട്. അവൾ ഞെട്ടാൻ കാരണം ഈ സ്റ്റാർ ഡസ്റ്റും സൂഹ ഞെട്ടാൻ നേരം ഈ മിസ്റ്റ് ബോണെ പറ്റിയായിരുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞോളാം. പക്ഷേ ആ ഡീമനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബ്രോക്കി അതിൻ്റെ ഹൈന ഗിൽഡുമായിട്ടൊക്കെ പല കണക്ഷൻസ് ഉണ്ട്. അതായത് ഈ ഹൈന ഗിൽസ് ആണ് ഈ ഒരു ഡീമൻസിന് വേണ്ടിയുള്ള
സപ്ലൈ കൊടുക്കുന്നത്, അത് മനുഷ്യരുടെ സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് അവർ മിസ്റ്റമോൻ്റെ സഹായത്തോടു കൂടി ഈ സ്റ്റാർ ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ ആ ഒരു സ്റ്റാർ ഡസ്റ്റ് ഫാക്ടറി എന്നാണ് പറയുന്നത്. സംഭവം വരുന്നില്ല, ഹൈനഗിൽഡ് ആദ്യം ഇതേപോലത്തെ മനുഷ്യരെ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഗ്രിം റീപ്പർ ഗിൽഡിൻ്റെ സഹായത്തോടു കൂടി അവരെ ഈ മോൺസ്റ്റേഴ്സിനും കൂടെ കൊടുക്കുകയും ചെയ്യും. ഈ ഡീമൺസിനും കൂടെ കൊടുക്കുകയും ചെയ്യും. ഡീമൺസായിട്ട് മിസ്റ്റമോൻ്റെ ബാക്കിയുള്ള സഹായത്തിൻ്റെ കൂടെ അവർ ഈ സ്റ്റാർ ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഇതൊരു സർക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഈ 3 ടീമിൻ്റെയും പുറകിൽ എങ്ങനെ പോയാലും ഈ അപ്പോസ്റ്റൽസ് തന്നെയായിരിക്കണം. ആൻഡ് എല്ലാത്തിൻ്റെ മുകളിൽ ഈ ഒരു സംഭവം, അതായത് സ്റ്റാർ ഡസ്റ്റിൻ്റെ മാനുഫാക്ചറിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് ഒരു മനുഷ്യനാണ്. അതെ, ഈ മനുഷ്യനാണ് ഇറ്റാലിയൻസിൻ്റെ അപ്പോസ്റ്റൽസിനൊക്കെ സഹായിക്കുന്നത്. അവരിപ്പോൾ ഭൂമിയിൽ എവിടെയോ ഒളിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവൻ്റെ പേര് മറ്റൊന്നുമല്ല, ഗ്രിം റിപ്പർ ഗിൽഡിലെ CEO ആയിട്ടുള്ള ലീ മിൻ സങ് ആണ്. പുള്ളിക്കാരനാണ് ഇതിൻ്റെ അകത്ത് എല്ലാത്തിനെയും പുറകിൽ ഇറ്റാലിയൻസിനെ സഹായിക്കുന്നത് പുള്ളി തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലീ മിൻ സങ്ങിനാണ്. പുള്ളിക്കാരൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ചുറ്റിനും കുറേയധികം റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഹൈന ഗിൽഡിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറച്ചധികം കഴിയാൻ നേരത്ത് പുള്ളിക്കാരൻ ഒരു ഡയലോഗ് കൊണ്ട് തുടങ്ങും. എന്നോട് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് നാൾക്ക് മുമ്പാണ് ഈ ഹൈന ഗിൽഡായിട്ട്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2 വർഷത്തിന് മുമ്പാണ് ഹൈന ഗിൽഡായിട്ട് ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഡി റാങ്ക് ഹണ്ടേഴ്സിനൊക്കെ സ്ട്രോങ്ങർ ആക്കി മാറ്റി നമ്മുടെ വേൾഡിനെ രക്ഷിക്കാൻ പറ്റുന്ന സ്ട്രോങ്ങർ ഹണ്ടേഴ്സിനെ ഉണ്ടാക്കണമെന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, സാധിച്ചില്ല. മറ്റു പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും കയ്യിൽ നിന്നില്ല. എന്നോട് ക്ഷമിക്കുക, ഞാൻ കാരണം പലർക്കും പല നഷ്ടങ്ങളും ഉണ്ടായി. എന്തായാലും ഇനി മുതൽ ഞാനൊക്കെ അതൊന്ന് നോക്കിയോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ കിടന്ന് കരയുകയാണ്. എന്നിട്ട് പുള്ളി നടന്നു പോകുന്നുണ്ട്. ഈ കരയുന്ന കാണുന്നത് എല്ലാവരും അവിടെ വീഴുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആക്ടിങ് ആയിരുന്നു. പുള്ളിക്കാരൻ ഒരു കിടിലൻ ആക്ടറാണ്. പുള്ളി പറഞ്ഞുണ്ട്, ഇത്രയുള്ള കാര്യം ഇവന്മാരൊക്കെ വീഴ്ത്താൻ ഇതൊക്കെ തന്നെ ധാരാളം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ എത്രയൊക്കെ ഞാൻ നോക്കിയിട്ടും ആ ഒരു ഹണ്ടർ അസോസിയേഷനിലെ ആ ഒരു ചെയർമാൻ മാത്രം എൻ്റെ ഫ്രണ്ടിൽ വീഴുന്നില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, സ്റ്റാർ ഡസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് തന്നെ എൻ്റെ കയ്യിൽ വരും. പിന്നെ ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയും ചെയ്യും. ഈ സമയത്ത് സുഹോ ലീ മിൻ സങ്ങിനെ നോക്കാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ബെറു, സോ അവൻ്റെ ബോഡിയിൽ നിന്ന് ഇറ്റാറംസിൻ്റെ എന്തെങ്കിലും പവർ നിനക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, അവൻ എന്തായാലും ഇറ്റാറംസിൻ്റെ കൺട്രോളല്ലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് സുഹോ അവിടേക്ക് പോകാൻ നേരത്ത് ബെറു പറയുന്നുണ്ട്, യങ് മോണാർച്ച് നിൽക്കി, ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പം എന്തായാലും അവിടേക്ക് പോകണ്ട. എനിക്കറിയാം താങ്കൾ നല്ല സ്ട്രോങ്ങറായ എനിമീസിലൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ ജീവൻ പോയാലും താങ്കളെ സ്റ്റോപ്പ് ചെയ്തിരിക്കും. കാര്യം എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മാനുണ്ടല്ലോ. ഈ സമയത്ത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, അതൊന്നുമില്ലല്ലോ. എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തോ പോലെ തോന്നി. ഈ സമയത്ത് സുഹോ അവിടെ പേടിച്ചെന്ന് വിറക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, അവനെന്ന് പറയുന്നത് നമ്മുടെ സുഹോയ്ക്ക് കറൻലി ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനിമിയാണ്. കാര്യം അത്രത്തോളം സ്ട്രോങ്ങറാണ് ലീ മിൻ സങ്. പിന്നെ ലീ മിൻ സങ്ങിനാണ് കാണിക്കുന്നത്, അവൻ്റെ കൂടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അവിടേക്ക് ഒരു പെങ്കൊച്ചു വന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇവനൊരു നാസ്റ്റി പേഴ്സണാലിറ്റി ഉള്ള ഒരുത്തനാണ്. ഇവൻ്റെ കൊച്ചെന്നാൽ തന്നെ അവൻ വലിയൊരു ആക്ടറായി മാറിയിരുന്നു. പക്ഷേ എല്ലാം പോയത് ആ ഒരു ഹണ്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെയാണ്. അവൻ്റെ ഡ്രൈവർ ഒരു എസ് റാങ്ക് ഹണ്ടറായപ്പോൾ ഇവൻ വെറും ഒരു എ റാങ്ക് ഹണ്ടർ മാത്രമാണത്. അന്ന് മുതലാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇത്രയും ഇതായി പോയത്. എന്തായാലും ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നമുക്ക് എന്തായാലും ഒരു ബിസിനസ് സംസാരിക്കാനുണ്ട്. എനിക്ക് എന്തായാലും സ്റ്റാർ ഡസ്റ്റ് വേണമെന്നുണ്ട്. അത് കുറച്ചൊന്നുമല്ല, കുറച്ചധികം വേണമെന്നുണ്ട്, ബൾക്കായിട്ട് തന്നെ. നിനക്കറിഞ്ഞൂടെ കഴിഞ്ഞ റീസണിലെ ഇൻസിഡൻസ് കാരണം എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്നിട്ട് നീ അതാണ് ഒന്നും ചോദിക്കുന്നത്? എനിക്കറിയാം താങ്കൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ ദി ഗ്രേറ്റ് ലീ മിൻ സങ് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തെങ്കിലും നടക്കുമല്ലോ. ശരിയാണ്, എൻ്റെ പാർട്ട്ണറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും. പക്ഷേ അങ്ങ് കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് ഒരു കൊച്ചു പയ്യൻ്റെ കൈ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പയ്യനെ പറ്റിയാണ് ഇച്ചിരി മുമ്പ് ലീ മിൻ സങ് പറഞ്ഞത്. ഈ പയ്യനാണ് അവൻ്റെ പാർട്ട്ണർ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേനെയും ഇസലിനെയും അതേപോലെ തന്നെ നമ്മുടെ സുഹോനെയാണ്. അവർ കഷ്ടപ്പെട്ട് കിടന്ന് ഒരു ഗോബ്ലിൻസായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ അടുത്ത റൗണ്ട് ഗോബ്ലിൻസിനെ വിളിക്കാൻ പോവുകയാണ്. യങ് മോണാർച്ച് പുള്ളിക്കാരൻ ശരിക്കും ഇംപേഷ്യൻ്റ് ആണ്. ഞാൻ അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണുള്ളത്. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. വേറെ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ലീ മിൻ സങ്ങിൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം ഇൻഫോർമേഷൻ കിട്ടുമോ, അതായത് ഈ അപ്പോസ്റ്റൽസിനെ പറ്റി എത്രത്തോളം ഇൻഫോർമേഷൻ കിട്ടുമോ അത്രത്തോളം ശേഖരിക്കുക എന്നാണ്. പക്ഷേ അതത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് അവനായിട്ട് ഒരു യുദ്ധം വരാവുന്നേ ഉള്ളൂ. അല്ല, നമ്മളിനി അവൻ തോപ്പിച്ചാലും അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞില്ലെങ്കിലും, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അവനെ കഴിച്ചിട്ട് ആ മെമ്മറീസ് കിട്ടും. പക്ഷേ അതെല്ലാം നമ്മൾ അവനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം. എന്തായാലും അവിടെ വിസിറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് 2 കാര്യങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലായി. നമ്മൾ വളരെയധികം വീക്കാണ്, അവൻ വളരെയധികം സ്ട്രോങ്ങറാണ്. യങ് മോണാർച്ച്
താങ്കളിപ്പോൾ ഒരു സി റാങ്കിൻ്റെ അത്രയേ ഉള്ളൂ. ഗ്രൗൾ ഒരു ഡി റാങ്കും ഈസയിലി ഒരു സി റാങ്കുമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യാൻ നേരത്ത് ഒരു ബി റാങ്കിനെ സർപ്പാസ് ചെയ്യുന്നുണ്ടെങ്കിലും എ റാങ്കിൻ്റെ അത്ര എത്തുന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്ട്രെങ്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിനും ഹൈറ്റിൽ കൂടുതലാണ്. നമ്മൾ ശരിക്കും വീക്കാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അവനൊന്ന് തൊട്ടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എത്ര പേരെ കൊന്നിട്ടും ഒരു ഉപകാരം ഉണ്ടാകുന്നില്ലല്ലോ. ഇത്തവണ എന്തായാലും എനിക്ക് വേറെ പ്രത്യേകിച്ച് പോയിന്റ് കിട്ടുന്നില്ല, ഹിഡൻ റിവാർഡ്സും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? ഈ സമയത്ത് ആ ഒരു റിവാർഡ്, അതായത് അവൻ ഇപ്പോൾ ചെയ്ത പരിപാടിയുടെ റിവാർഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ അന്ന് അവൻ റിംഗ് ആണ് കിട്ടുന്നത്, ആഷ് റിംഗ്. അതിൻ്റെ സഹായത്തോടെ കൂടി അവൻ്റെ സെൻസസ് +5 കഴിഞ്ഞിട്ടുണ്ട്. സൂക്കി പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് ഗോബ്ലിൻസിനെ കൊന്നാൽ മാത്രം അവന് സ്ട്രോങ്ങർ ആകത്തില്ല. അവന് സ്ട്രോങ്ങർ ആകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഡഞ്ചനിലേക്ക് പോകണം. ഈവൻ 3% മാത്രമാണ് അവന് ഗോബ്ലിൻസിൻ്റെ പവർ കൂടിയത് തന്നെ. അതുകൊണ്ട് തന്നെ അവന് ഉറപ്പായിരുന്നു എങ്ങനെ പോയാലും ഇനി ഡഞ്ചനിലേക്ക് കടന്നാൽ മാത്രമേ അവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഡഞ്ചൻ്റെ അകത്തേക്ക് കടക്കുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു, പ്രത്യേകിച്ച് അവൻ്റെ ഈ റാങ്ക് 100 ആയതുകൊണ്ട് തന്നെ. എങ്കിലോട് താങ്കൾ എന്തായാലും വീണ്ടും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. അതുകൊണ്ട് 100 അസോസിയേഷനിൽ പോയി ഒന്നും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളുടെ റാങ്ക് പിന്നെയും കൂടുതലില്ല. അത് കഴിയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഗേറ്റിൽ കയറാമല്ലോ. അതെന്തായാലും ഇപ്പോൾ പ്രശ്നമാണ്. കാര്യം ഇറ്റാറംസിൻ്റെ അപ്പോസ്റ്റൽസ് എന്തായാലും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. സോ അനാവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വലിച്ച് കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സിസ്റ്റൻസ് മാക്സിമം ആരും അറിയാതിരിക്കാൻ നോക്കണം. അവർക്ക് എന്തായാലും എൻ്റെ ഫാദറിനെ പറ്റി അറിയാം. അതുകൊണ്ട് അവരെങ്ങനെ എന്നെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇറ്റാറംസിൻ്റെ അപ്പോസ്റ്റൽസിനെ പറ്റി താങ്കൾ ഇപ്പോൾ എന്തായാലും വാദിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല. കാര്യം ഞാൻ പ്രതീക്ഷയിലും വേഗത്തിൽ അവരിവിടേക്ക് വന്നിട്ടുണ്ട്. അതിനർത്ഥം അവരെന്തായാലും ഡയമെൻഷണൽ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം വീക്കായിരിക്കും. ഡയമെൻഷണൽ ട്രാൻസ്ഫറോ? നീ എന്താണ് പറയുന്നത്? സംഭവമായിരുന്നില്ല. ഔട്ടർ വാളിൽ നിന്ന് ഇവിടേക്ക് വരാനായിട്ട് വളരെ നാരമുള്ള വഴി മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെയും ഹൈഡ് ആയിട്ടുള്ള മാന ഉള്ളവർ അവിടുന്ന് ഇവിടേക്ക് വരാൻ നിർത്ത് ഞങ്ങളുടെ മാന അവിടെ വെച്ച് നഷ്ടപ്പെടുകയും ഞങ്ങൾ വളരെയധികം വീക്കാകാൻ പോകും. എൻ്റെ ഈ അവസ്ഥ ഉണ്ടല്ലേ, അതിനെല്ലാം കാരണം ആ ഒരു ഡയമെൻഷണൽ ട്രാൻസ്ഫറാണ്. ഈവൻ ദി ലോർഡ് സംജിൻ പോലും വരെ ഇവിടേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ നിലവിൽ ഇപ്പോൾ ഔട്ടർ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. കാര്യം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം പാടുള്ള കാര്യമാണ്. ഈവൻ ഇത്ര യൂണിവേഴ്സിൽ ഒരു നാച്ചുറൽ ലോ പോലെയാണ് അത് വർക്കും ചെയ്യുന്നത്. അത് എല്ലാവർക്കും ബാധകമാണ്. ഈവൻ അത് അപ്പോസ്റ്റൽസ് ആയാലും സംജിൻവോ ആയാലും ആരായാലും. സോ അതിനർത്ഥം അവരെല്ലാവരും ഇപ്പോൾ വീക്കറാണെന്നാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു ബ്രോക്കിനെ യൂസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യേണ്ട ഏകപാടുള്ള കാര്യം സ്ട്രോങ്ങറായി മാറണമെന്നല്ല. പക്ഷേ അത് ഞാൻ എന്ത് ചെയ്യും? പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ ജിൻവു പറയുന്നുണ്ട്, ബെറു ഇപ്പോൾ ഭൂമിയിലെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്തായാലും ഇതും കൊണ്ട് അവൻ്റെ ഇടയ്ക്ക് പോവുക. അവൻ എന്തായാലും നിങ്ങളെ സഹായിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ സൂഹനിടയ്ക്ക് പറയുന്നുണ്ട്, സൂഹ കിടന്ന് കാറുന്നുണ്ട്, ബെറു എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഫോൺ എടുക്കുവാണ്. എന്നിട്ട് ഇത്രയും അടുത്തുകൊണ്ടായിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഫോൺ എടുത്ത് പിടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്തിരിക്കുന്നതാണ്. അവൻ പറയുന്നുണ്ട്, സുഹോ നിന്നെ കണ്ടിട്ട് കുറച്ചധികം നാളായല്ലേ, നീ അവേക്കണായി കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണല്ലേ കാണുന്നത്. ശരിയാണ്, നീ എന്തായാലും വളർന്നു പോയല്ലോ, എനിക്കിതിനെ മനസ്സിലാവുന്ന പോലും ഇല്ല. അല്ല, ഞാൻ ഇവിടേക്ക് വന്ന് മറ്റൊരു കാര്യം പറയാനാണ്. ഞാനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുള്ളൂ. പ്രപ്പോസലോ? അതെന്തായാലും കൊള്ളാമല്ലോ. നീ വന്ന കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നീ ബിസിനസ്സാണോ എന്നോട് സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ എങ്കിലും കുഴപ്പമില്ല, എന്തായാലും നോക്കട്ടെ. സോ നീ പറയുന്നത് നിനക്ക് ഗേറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെന്നാണോ? അത് മറ്റാരും അല്ലായിരുന്നു, ജിൻഹോ ആയിരുന്നു. ജിൻഹോ എന്ന് പറയുന്നത് ഒരു വെൽത്തി ഫാമിലിയിലെ ഏറ്റവും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പുള്ളിയാണ്. അവനായിട്ട് ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാവരും, അതായത് മിക്കവരും കളിക്കുന്ന ഒരു വെർച്വൽ റിയാലിറ്റി ഗെയിമിൻ്റെ CEO കൂടിയാണ്. പുള്ളിക്കാരനാണ് ഇവിടെ ഉള്ള അത്രയും കാലം ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങനെ സുഹു അവിടേക്ക് ചെന്നിട്ടുണ്ട്. അവനെ തേടി ബാക്കിയുള്ളവരെല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. സുഹുവിനോടേക്ക് പറയുന്നുണ്ട്, താങ്കൾ എന്തായാലും വരൂ, CEO ഞങ്ങളോട് പറഞ്ഞിരുന്നു താങ്കൾ വരുമെന്ന്. ഈ സമയത്താണ് സുഹു ശരിക്കും ഞെട്ടിയത്. കാര്യം ആ ഒരു കമ്പനിയുടെ അടുത്ത് കുറച്ച് നേരം ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, എല്ലാ ഹണ്ടേഴ്സിനും എന്തായാലും ഗേറ്റിൽ പോകാൻ ആഗ്രഹമൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ജോലിക്ക് വരുന്നത്. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെ സുഹു അവിടേക്ക് ചെന്നിട്ടുണ്ട്. സുഹുവിനെ തേടി നമ്മുടെ ജിൻഹോയ ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, സുഹോ എത്ര നാളായടാ, എന്തൊക്കെയാ എങ്ങനെയുണ്ട് വിശേഷമൊക്കെ എന്ന് പറഞ്ഞിട്ട് സുഹനെ അവൻ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിന്നെ കണ്ടിട്ട് ഇപ്പോൾ എത്ര നാളെ ഹോസ്പിറ്റലിൽ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ നിന്നെ ഇപ്പോഴാണ് കണ്ടിട്ട് കാണുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്കിൾ, ഞാൻ ഇവിടേക്ക് വന്നത് മറ്റൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അവൻ ആ ബിസിനസ് പ്രപ്പോസൽ പറയുവാണ്. അങ്കിൾ ഞാനൊരു കാര്യം പറയാം, താങ്കൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു കിട്ടില്ല പ്രപ്പോസലോട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു D റാങ്കും C റാങ്കും ഡഞ്ചനൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് കിട്ടുന്ന മാജിക്കൽ എസൻസ് ഒക്കെ ഞാൻ ഇവിടെ കൊണ്ട് തരുന്നതായിരിക്കും. അത് ഐജിൻ സോഫിന് തരുന്നതായിരിക്കും. പക്ഷേ നീ ഒരു ഈ റാങ്കല്ലേ, അതൊക്കെ ശരിയാണ്, പക്ഷെ എങ്കിലും എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. സുഹോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും ഒരു അവേക്കൺ പേഴ്സണാണ്. ഒരു ഗേറ്റിൻ്റെ അതുള്ള ഡേഞ്ചറസിനെ പറ്റി എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇതിനെ അനുവദിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് എങ്ങളോട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? താങ്കൾ സത്യം പറയാൻ പോകുകയാണ്? അതെ, കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ എൻ്റെ അങ്കിളാണ്. അങ്കിൾ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക്
സത്യം പറഞ്ഞാൽ വീണ്ടും അവേക്കണാകാൻ പറ്റും. അത് വീണ്ടും ലെവലപ്പ് ആകാൻ പറ്റും. ലെവലപ്പോ അതെ, എർത്തിൽ ഇപ്പോൾ പലരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, പല മോൺസ്റ്റേഴ്സിനും കൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണം. അതിന് ഞാൻ ഡെഞ്ചിൻ്റെ അകത്ത് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയാൽ മാത്രമേ ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആകത്തുള്ളൂ. അത് കൊള്ളാം സുഖോ, നീ എപ്പോഴെങ്കിലും സോളോ ലെവലിംഗ് പ്രോജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോളോ ലെവലിംഗ് പ്രോജക്റ്റ് എനിക്കിപ്പോഴല്ല മനസ്സിലായത് നീ ഒരു പ്രാങ്ക് ചെയ്യുവാണെന്ന്. ക്യാമറയുടെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എവിടെ നിന്നാണെന്ന്. എടാ എനിക്കറിയാം, ഒരു റാങ്ക് 100 അവൻ സർപ്പാസ് ചെയ്ത് അവസാനം എസ് റാങ്കറായിട്ട് മാറ്റും. ഇതാ ഗെയിമല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ പുറകെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സ്റ്റോറിയാണല്ലേ. എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടന്ന് ചിരിക്കുവാണ്. നീ എന്തായാലും തോറ്റുപോയി, എന്നെ പ്രാങ്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ പെട്ടെന്ന് വേറെ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് തോക്കാനാ, അതൊരു ചാൻസ് പോലും ഇല്ല. നിനക്ക് നിൻ്റെ മെമ്മറീസ്, അതായത് പ്രീവിയസ് വേൾഡിലെ മെമ്മറീസ് തൊട്ട് ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജിൻഹോ നോക്കാൻ നിർത്ത് ബെറുവിനെ കാണി അവൻ കിടന്ന് ഞെട്ടുന്നുണ്ട്. യങ്ങുമണാച്ചിൻ്റെ പറയുന്നുണ്ട്, യങ്ങുമണാച്ച് ഞാനെന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ബെറു നീ എന്ത് ചെയ്യാൻ പോണ്? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ രാജാവിനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ രാജാവിൻ്റെ പല യുദ്ധവും ഇത്ര അടുത്ത് നിന്ന് കണ്ട മറ്റൊരു മനുഷ്യനില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അല്ല, ഞാൻ പറഞ്ഞ് നിന്നെ ബോധിപ്പിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ തന്നെ മനസ്സിലാക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു താക്കോലെടുത്ത് അവൻ്റെ ഉള്ളിലേക്ക് വെക്കുവാണ്. അടുത്ത സെക്കൻഡ് അവൻ ബ്ലാങ്ക് ആവുന്നുണ്ട്. ദൂരത്ത് നിന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ ഒരു കാര്യം മനസ്സിലായത്. നടന്നു വന്നത് അവൻ തന്നെയാണെന്ന്. പെട്ടെന്ന് കുറേയധികം മെമ്മറീസ്, അതായത് അവൻ ഇതുവരെ അനുഭവിക്കാത്ത, ഈ ജീവിതത്തിൽ അവനൊന്നും അറിയാൻ മേലാത്ത കുറേയധികം മെമ്മറീസ് അവൻ്റെ ഉള്ളിലേക്ക് വരും. ആ ഒരു മെമ്മറീസ് എല്ലാം അവൻ്റെ മനസ്സിൽ വന്ന് കൊളാപ്സ് ആവുന്നുണ്ട്. അവസാനം നമ്മുടെ ജിൻഹോയെ കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് അവൻ കിടന്ന് പൊട്ടിക്കരയുന്നതാണ്. സോ അതാണല്ലേ, ജിൻമോൻ ഇനി ഒരു വട്ടം കൂടെ കാണണമെന്നുണ്ടെങ്കിൽ ബെറു നീ എന്ത് ചെയ്ത് പേടിക്കൊന്നും വേണ്ട, ഒന്നും പേടിക്കണ്ട. അവന് എൻ്റെ പഴയ മെമ്മറീസ് കണ്ടതാണ്. ഈ സമയത്ത് ജിൻഹു ആട്ടെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയമൊക്കെ പോയിട്ടുണ്ട്. ജിൻവു അവൻ ഒരിക്കലും ലിമിറ്റിലായിരുന്നു. അവൻ എത്ര വേണമെങ്കിലും സ്ട്രോങ്ങർ ആകാൻ പറ്റുമായിരുന്നു. പറഞ്ഞിട്ടും കാര്യമില്ല, നീ അവൻ്റെ മകൻ തന്നെയല്ലേ. അതൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജിൻമുനെ എനിക്കിനി കാണണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതിനി നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതിനർത്ഥം നീ സ്ട്രോങ്ങർ ആണെന്നല്ലേ. സോ ഞാൻ ഓക്കെയാണ്, നിൻ്റെ പ്രപ്പോസലിന് ഞാൻ ഓക്കെയാണ്. സോ ജിന്നു ഇപ്പോൾ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ജിന്നുവിനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് സുഹോ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, കുറച്ചധികം ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും വൂണ്ടഡ് ആയിരുന്നു. സോ ഇതാണല്ലേ അങ്കിൾ ഒപ്പിച്ച ആ ഒരു സ്ട്രൈക്ക് ടീം. അല്ലടാ, ഞാൻ ഒരു കാര്യം ശരിക്കും ചോദിക്കട്ടെ, നീ ശരിക്കും ഞങ്ങൾക്ക് 4 മില്യൺ തരുമോ ഈ ഒരു ഗെയിമിന് അത് കയറാതിരിക്കാൻ വേണ്ടി? പിന്നെ അല്ലാതെ നീ ഒറ്റയ്ക്ക് കയറാൻ പോകുവാണോ? അതെ, ഒറ്റക്കാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യുക, നീ എന്തായാലും കയറിയോ. എനിക്കറിയാമല്ലോ നിൻ്റെ സ്കിൽസൊക്കെ എന്തുവാണെന്ന്. പക്ഷേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ വൂണ്ടഡാണ്, എങ്കിലും എനിക്ക് നിന്നെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ സുഹയ്ക്ക് സന്തോഷമായി. അവൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേറ്റിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഗേറ്റിൻ്റെ അകത്തേക്ക് അടുത്ത സെക്കൻഡ് തന്നെ ഇസലിനെ ഗ്രേനെ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോ നമുക്ക് എന്തായാലും ലെവലിപ്പ് ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലീ മിൻസ് അങ്ങനെയാണ്. അവനോട് ഒരു കാറിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, 3 മാസമായി ഞാൻ അവനെ കണ്ടിട്ട്. ഈ സമയത്ത് അവിടെ ഒരു കിളവ് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ TV-യിൽ കണ്ടിരുന്നു. നീ അവിടുത്തെ ആ ഒരു CEO അല്ലേ, ലീ മിൻസാങ്? അതെ, ഞാൻ തന്നെ. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും. സോ താങ്കൾക്ക് എന്നെ മനസ്സിലായില്ലേ, എന്തായാലും നല്ലൊരു ദിവസം നേരുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നടന്നു പോവുകയും ചെയ്യും. ഈ ഒരു അപ്പാപ്പനായിട്ട് പുള്ളിക്കാരൻ കയ്യും കൊടുക്കുന്നുണ്ട്. അത് കഴിയാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളും വരുന്നു. അതായത് പുള്ളിക്കാരൻ വളരെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പയ്യനായിരുന്നു. അത് മാത്രമല്ല ഏഷ്യയിലെ പ്രിൻസ് എന്നാണ് പുള്ളിക്കാരൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. വളരെ നല്ല ആക്ടറായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. പക്ഷേ അവേക്കണാകുന്ന സമയം വരെ പുള്ളിക്കാരൻ അവേക്കണാകുന്ന നേരത്ത് ഒരു റാങ്കായി മാറി. പക്ഷേ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ്റെ ഡ്രൈവർ ഒരു S റാങ്കുമായി. ഇത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മനസ്സിൽ വളരെ വലിയൊരു ഗ്യാപ്പാണ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല ഹണ്ടർ അസോസിയേഷൻ ആ ഒരു S റാങ്ക് ഹണ്ടറിനോട്, അത് പുള്ളിക്കാരൻ്റെ പേര് ലിം തേ ഗ്യൂ എന്നായിരുന്നു, പുള്ളിക്കാരൻ ഒരു ഗിൽഡ് ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞു. ആ ഒരു ഗിൽഡിലേക്ക് നമ്മുടെ ലീ മിൻസ് അങ്ങനെ പുള്ളിക്കാരൻ ക്ഷണിക്കുകയും ചെയ്യും. അതും കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്താ പറഞ്ഞാൽ വട്ട് പിടിച്ച പോലെ ആയിപ്പോയി. ഈ ലോകം ശരിക്കും തലകുത്തി നിൽക്കുവാണ്. ഈ ലോകത്ത് ഇന്ന് ആകെപ്പാടുള്ള കാര്യം എന്ന് പറയുന്നത് പവറാണ്. പവറുണ്ടെങ്കിൽ എല്ലാവരും മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പവർ കിട്ടാൻ വേണ്ടി ഞാൻ ഏത് ഡീമൻ്റെ കൂടെ ചേരാനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാതിൽ തുറന്ന് അകത്തേക്ക് കയറുവാണ്. അവനെ കത്ത് കുറച്ചധികം മനുഷ്യരോടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ലീ മിൻസ് അങ്ങനെ നോക്കി ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ പറയും ചെയ്യും, മര്യാദക്ക് നിൻ്റെയൊക്കെ മുഖത്തുള്ള ആ ചിരി മാറ്റിക്കോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാനിന്നിവിടെ കൊല്ലുന്നതായിരിക്കും. നിൻ്റെയൊക്കെ ഓണറോടെ അവനെ കണ്ടിട്ട് കുറച്ചധികം ദിവസമായല്ലോ. ലീ മിൻസാങ് ഇത് കേൾക്കാതെ അവൻ ഞെട്ടിപ്പോവും. കാര്യം അവൻ്റെ ഫ്രണ്ട് ഒരു കൊച്ചു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നിൻ്റെ കളറ്, നിൻ്റെ മുടി, നിൻ്റെ കണ്ണ്,
നീ ശരിക്കും ആ ഒരു ഔട്ടർ വേൾഡിലല്ലേ, പക്ഷേ നീ എപ്പോഴാണ് ഇത്രത്തോളം വളർന്നത്? ഇതിനു മുമ്പ് ഏകദേശം 3 മാസത്തിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നല്ലോ. നിന്റെ മാനയും നന്നായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്, നിനക്ക് ഹൈറ്റും വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് ഇതിനു മുമ്പ് തന്നെ പല തവണയും പറഞ്ഞു ഞാൻ വളരുന്നതല്ല, ഞാൻ എൻ്റെ പവേഴ്സൊക്കെ റിക്കവർ ചെയ്യുന്നതാണെന്ന്. ഡയമെൻഷണൽ ട്രാൻസ്ഫർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വീക്കായിട്ട് ഒരു കൊച്ചു രൂപത്തിൽ ഇവിടേക്ക് വന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. ഇനി ഞാൻ ഒരിക്കലും നിന്നോട് അത് പറയുന്നതല്ല. എനിക്കൊന്നും അറിയാമല്ല, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഞാൻ ഇവിടേക്ക് വന്നത് നിൻ്റെ പേഴ്സണാലിറ്റിയിലോ നിന്നെ പറ്റിയൊന്നും പറയാനല്ല. നിനക്ക് ആ പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ, വെൽത്തും ഫ്രെയിമും പിന്നെ ആ എസ് റാങ്ക് 100 ലിം തേഗ്യുവിനെ കൊല്ലണം, ഇതല്ലേ? പിന്നെ അല്ലാതെ. പക്ഷേ അത് നിനക്ക് ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അതിനെപ്പറ്റി പറയാൻ നമുക്ക്. എന്തായാലും ചെറിയൊരു പ്രശ്നമുണ്ട്. സ്റ്റാർഡസ്റ്റിൻ്റെ മാനുഫാക്ചറിനെ പറ്റി ഒരു പ്രശ്നം. ഹൈനഗിൽഡിന് ഇപ്പോൾ ഫയർവുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഫാക്ടറിയും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊരു പയ്യനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു മാസ്കും എന്താ പറയുക, ഒരു സോളൊക്കെയുള്ളൊരു പയ്യൻ. അവനെ പറ്റിയൊന്ന് കിട്ടണം. ലീ മിൻ സങ്, നീയാണ് പറഞ്ഞത് ആ ഒരു സംഭവം നീ ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഡിസ്ട്രിബ്യൂഷനൊക്കെ നീ ചെയ്തോളാന്ന്. അപ്പം നീ പറഞ്ഞില്ലല്ലോ ഈ സിസ്റ്റത്തിന് ഇത്രയധികം ഇഷ്യൂ ഉണ്ടെന്ന്. പയ്യ, ഒരു കാര്യം പറയാം, നീ ഇമ്പോസിബിൾ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നു വേണ്ട. നീ എന്താടാ ഒച്ചയുണ്ടാക്കുവാണോ, അതും എൻ്റെതിരെ? നീ വെറും എൻ്റെ ഒരു കരുവാണെന്നുള്ള കാര്യം മറക്കണ്ട. കരുവാ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ ആ ഒരു കൊച്ചിൻ്റെ അടുത്തേക്ക് വന്ന്, അതായത് ആ ഒരു ഔട്ടർ വേൾഡിലെ ആ ഒരു പയ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കത്തി അവൻ്റെ കഴുത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, നായെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഇവിടെയുള്ള ബാക്കിയുള്ളവരെ പോലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഞാനൊരു എയർ റാങ്ക് 100 നിൻ്റെ ഫുൾ സ്ട്രെങ്ത് റിഗെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിന്നെ കൊല്ലാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ നേരത്ത് നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിൻ്റെ കരുവും മാങ്ങാത്തുല്യൊന്നുമല്ല. ഇത് കേൾക്കാനകത്ത് അവൻ പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെയാണ് മനുഷ്യർക്ക് പ്രത്യേകിച്ച് ബോധവും വിവരമൊന്നുമില്ല. അവർ സ്ട്രെങ്ത് ഉണ്ടെന്നും പറഞ്ഞ് അവർ എന്ത് വേണമെങ്കിലും കാണിക്കും. ഹൗ അൺസിവിലൈസ്ഡ്. ഈ ഒരു സെക്കൻഡ് നേരത്തെ കാണിച്ച ആ ഒരു അപ്പൂപ്പനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മാന വളരെ ഇൻക്രീസ് ആകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പുള്ളിക്കാരനെ ആ ഒരു ഔട്ടർ വേയിലുള്ള ബാക്കിയുള്ള ഇറ്റർമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവൻ മാത്രമല്ല ആ ഒരു ബിൽഡിങ് മുഴുവൻ അതിൻ്റെ അകത്ത് കിടന്ന് കുലുങ്ങാൻ തുടങ്ങും. ലീ മിൻ സങ്ങിനെ ആ ഒരു സംഭവം മനസ്സിലാകുകയും ചെയ്യും, മാന കൂടുന്നത് മനസ്സിലാകുകയും ചെയ്യും. അത് മാത്രമല്ല ആ ബിൽഡിങ്ങിലുള്ള ഓരോ മനുഷ്യരും, ഈവൻ കൊച്ചു കുട്ടികൾ വരെ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ബിൽഡിംഗ് ഫുൾ അവൻ്റെ കൺട്രോളിലാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ടിലേക്ക് പോകുന്നത് നിൻ്റെ ഒബീഡിയൻസിനനുസരിച്ചായിരിക്കും. നീ എൻ്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് അപകടം. നിനക്കൊരിക്കലും ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതവന് മനസ്സിലാക്കുകയും ചെയ്ത് അവനായിട്ട് കത്തി കളണ്ട് പറയുന്നുണ്ട്. അല്ലെങ്കിലും ആർക്കാണ് ഒരു എസ്റാങ് തന്നെ കൊല്ലാൻ പറ്റുന്നത്? എന്തായാലും നീ എൻ്റെ പാർട്ട്ണറല്ലേ, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാണ്ട് ഒരു പെങ്കൊച്ചി കുറേയധികം ക്രിസ്റ്റൽസ് അവൻ്റെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ഇതെന്തായാലും നിനക്ക് ഉപകാരപ്പെടും, ഇത് സ്റ്റാർഡസ്റ്റ് പോലെയല്ല, അതിലും പവറാണ്. ഈവൻ നീ കഴിച്ചാൽ, അതായത് ഒരു എയർ റാങ്ക് 100 നീ കഴിച്ചാലും നിനക്കും അത് ഉപകാരപ്പെട്ടിരിക്കും. എന്താ, ഒന്ന് ട്രൈ ചെയ്യുന്നു? എനിക്കെന്തായാലും വേണ്ട. സോ ഇതെനിക്കറിയാത്തൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടെന്നിരിക്കാം. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ പോകുവാണ് അവിടുന്ന്. അത് കഴിയുമ്പോൾ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്ത ഫ്രാഗ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരുന്നതായിരിക്കും. ആ ഫ്രാഗ്മെൻറ്റും കൂടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂസ് ചെയ്യും, പിന്നെ എൻ്റെ സ്ട്രെങ്ത് വീണ്ടും റിഗെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഇവിടെ പാത്തിരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന ഒരു വലിയൊരു പാമ്പിനെയാണ്. നമ്മുടെ ഗ്രേ മിസൈലും ആ പാമ്പായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് സുഹോ ചാടി വന്ന് അവൻ്റെ മേത്ത് കയറി പിടിക്കുന്നത്. എന്നിട്ട് ആ പാമ്പിനെ ഇട്ട് അമുക്കാൻ തുടങ്ങും. അമുക്കി അതിനെ പൊട്ടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം വരുമ്പോൾ ഞാൻ ഈ ഭൂമി തന്നെ കയ്യേറുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അങ്ങനെ അവസാനിക്കുന്നത്. ഗൈസ്, എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഒരു 2K ലൈക്സ് വെച്ചിട്ട് നിങ്ങൾ 2K ലൈക്സ് എനിക്ക് തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ താങ്ക്സ് ഉണ്ട്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.